ഈ ഒരു ഹാക്കത്തോൺ എന്ന് പറയുന്നത് എർത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആനുവൽ ഹാക്കത്തോൺ ആണ്. ഭൂമിയിൽ 185+ കൺട്രീസ് ആൻഡ് ടെറിട്ടറീസിലാണ് ഈ ഒരു ഇവന്റ് സെയിം ടൈം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 185 രാജ്യങ്ങളിൽ നാസ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നാസയുടെ കൂട്ട് തന്നെ പല പല ഏജൻസീസ് കൊളാബ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ 2012 സ്റ്റാർട്ട് ചെയ്തൊരു ഇവന്റാണ് നാസ സ്പേസ് ആപ്പ് ചലഞ്ച്. ആ ഒരു ടൈമിൽ 2012 ഈ ഒരു ഇവന്റ് ഇത്ര ബിഗ്ഗസ്റ്റ് ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ ഭൂമിയിലെ ബിഗ്ഗസ്റ്റ് ഹാക്കത്തോൺ എന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെസിഫിക്കലി US-ലും വേണ്ടിയിട്ട് മാത്രം ഓർഗനൈസ് ചെയ്ത ഒരു ഇവന്റ് ആയിരുന്നു. ആ ടൈമിൽ ഇത്രയും വലിയ അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഏജൻസീസ് ഒന്നും കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോ വർഷം കടന്നു പോകുന്നതനുസരിച്ചിട്ട് ഓരോരോ പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് ഈ ഒരു ഇവന്റ് അക്സെപ്റ്റ് ചെയ്യും, അവിടെയും കൂടെ ഹോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ലാസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ കേരളത്തിലും ഈ ഒരു ഇവന്റ് നടത്തുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ലാസ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്തത്. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ കണ്ടക്ട് ചെയ്ത ഈ ഒരു ഇവന്റ് വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. ഇന്ന് ഈ ഒരു ദിവസം വരെ ആ ഒരു റെക്കോർഡ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അതെന്താണ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നാസയുടെ ഫ്രണ്ട് പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത്രയ്ക്ക് വേൾഡ് വൈഡായിട്ട് അറിയാവുന്ന ഒരു ഹാക്കത്തോണാണ് ഈ നാസ സ്പേസ് ആപ്പ് ചലഞ്ച്. അത് തന്നെയാണ് സ്പേസ് വീക്ക് എന്ന് പറയുന്നത്. ഒക്ടോബർ 1 മുതൽ 1st വീക്ക് എൻഡ് വരെ ഉള്ളത് നമ്മൾ ഇന്റർനാഷണലി സെലിബ്രേറ്റ് ചെയ്യുന്നത് സ്പേസ് വീക്ക് ആയിട്ടാണ്. അപ്പോൾ ഈ സ്പേസ് വീക്കിനെ ഓറിയന്റ് ചെയ്തിട്ട് നാസ ഇന്റർനാഷണലി കണ്ടക്ട് ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ഹാക്കത്തോൺ ആണ് ഈ നാസ സ്പേസ് ആപ്പ് ചലഞ്ച്. അപ്പോൾ 1st വീക്ക് എൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സാറ്റർഡേ ആൻഡ് സൺഡേ ഓഫ് ഒക്ടോബർ എല്ലാ വർഷവും ഈ ഒരു ഇവന്റ് ഇന്റർനാഷണലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 185+ കൺട്രീസിൽ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ഇവന്റിലേക്ക് പല പല സ്പേസ് ഏജൻസീസും കൂടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. നാസ മാത്രമല്ല, ISRO ഉൾപ്പെടെ 13 സ്പേസ് ഏജൻസീസ് കൊളാബ് ചെയ്യുന്ന ഒരു ഹാക്കത്തോൺ കൂടിയാണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്, വിച്ച് മീൻസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാസയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. നാസയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് വെച്ചാൽ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, അതിനകത്ത് ഈ 13 സ്പേസ് ഏജൻസിയും കൂടെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് എന്തായാലും മേ ബി എ ഹാർഡ്വെയർ ബേസ്ഡ്, സോഫ്റ്റ്വെയർ ബേസ്ഡ്, ഇനി അതുമല്ല ഒരു ആർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എന്താണെങ്കിൽ പോലും ടിൽ ലൈഫ് ടൈം ഈ പ്രൊജക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ നാസ സ്പേസ് ആപ്സിൻ്റെ ഒഫീഷ്യൽ വെബ് പേജിൽ സേഫ് ആയിരിക്കും. നിങ്ങൾക്കത് നിങ്ങളുടെ ലിങ്ക്ഡിനിൽ ആഡ് ചെയ്യാം, നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് എവിടെയൊക്കെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യണോ അവിടെ എല്ലാം നിങ്ങൾക്ക് ഇത് ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ഞാനിപ്പം പറഞ്ഞു വരുമായിരുന്നു. എന്താ പറയുക, 185+ കൺട്രീസിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ആനുവൽ ഹാക്കത്തോൺ ആണ്. അതുപോലെ തന്നെ 2012 സ്റ്റാർട്ട് ചെയ്തത്. 13 സ്പേസ് ഏജൻസീസ് ഉണ്ട്. ഇതെല്ലാം പുറമെ ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഒബിയസ്ലി ഒരു ബാച്ചിലർ ലെവൽ എഡ്യൂക്കേഷൻ, ടെർഷ്യറി ലെവൽ എഡ്യൂക്കേഷനിലേക്ക് നിങ്ങളെത്തി. നിങ്ങൾക്കിപ്പോൾ ഒരു 18 വയസ്സ് 19 വയസ്സിനകത്തുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അനിയനെ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടനെ, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറിനെ, ആരെ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് ഒരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കോ സ്പെസിഫിക്കലി വരുന്നില്ല. ഇപ്പം എനിബഡി വിത്ത് എനി ബാക്ക്ഗ്രൗണ്ട് സച്ച് ആസ് കോഡേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡിസൈനേഴ്സ്, സ്റ്റോറി ടെല്ലേഴ്സ്, മേക്കേഴ്സ്, ബിൽഡേഴ്സ്, ആരായാലും ശരി, ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതും കൂടെ ഒരു ആഡ് ഓൺ ആണ്. ഈ ഒരു ഹാക്കത്തോണിൻ്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ വരുന്നത് 48 hours ആണ്. 2 days ആണ് ഫുൾ ഹാക്കത്തോൺ വരുന്നത്. ഹാക്കത്തോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വെന്യൂ സെലക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടീം വർക്ക് ആവശ്യമായിട്ടുണ്ട്. ആ ഒരു ടീം ഫോം ചെയ്യാനും ഒരു സ്ട്രക്ചർ നാസ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മിനിമം കൗണ്ട് വന്നിട്ട് 2 പാർട്ടിസിപ്പൻസും മാക്സിമം കൗണ്ട് വന്നിട്ട് 6 പാർട്ടിസിപ്പൻസുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ടീമിനെ സ്ട്രക്ചർ ചെയ്യാം. വിച്ച് മീൻസ് നിങ്ങളിപ്പം പഠിപ്പിക്കുന്ന നിങ്ങളുടെ പ്രൊഫസേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പിച്ച ഫിസിക്സ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നേരത്തെ പഠിച്ച ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ ബ്രദേഴ്സ്, നിങ്ങളുടെ പേരൻസിനെ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ടീം ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഈ ഒരു ഹാക്കത്തോണിലേക്ക് ഏജ് ലിമിറ്റ്സോ സ്കിൽ അനാലിസിസോ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, ഇനി അത്യാവശ്യം നന്നായിട്ട് കഥ പറയാൻ സ്റ്റോറി ടെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സ്റ്റോറി ടെല്ലിംഗ് കാറ്റഗറിയിൽ വരെ
അവാർഡ്സ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ നാസ സ്പേസ് ആപ്പ് ചലഞ്ച്. ഇവിടെ നാസ നമുക്ക് കുറച്ച് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. നാസ പബ്ലിഷ് ചെയ്യുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ റിയൽ വേൾഡിൽ അവർ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നേരിടുന്ന കുറച്ച് ചലഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യും. അത് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് അവരുടെ റിസോഴ്സും കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള സൊല്യൂഷൻസ് അവർക്ക് വേണ്ടിയിട്ട്, നാസയ്ക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതൊരു കാറ്റഗറി. ഇനി ഇതും അല്ലാതെ നാസ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന കൂടുതൽ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ ആ പ്രോജക്ട്സ് ഫുള്ള് നാസ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ സാധാരണ നമ്മളൊരു ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോജക്ട്സും വാലിഡ് ആണെന്ന് പറഞ്ഞ് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവിടെ പക്ഷേ നിങ്ങൾ ഏതൊരു മൈന്യൂട്ട് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അതെല്ലാം ചലഞ്ചസിന് സൊല്യൂഷൻ എന്ന രീതിയിൽ നാസ അക്സെപ്റ്റ് ചെയ്യും. അതിനെല്ലാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടുകയും ചെയ്യും. ഒരു വർഷത്തെ നാസ സ്പേസ് ആപ്പ് ചലഞ്ച് തൃശ്ശൂർ ലൊക്കേഷനിൽ കണ്ടക്ട് ചെയ്യുന്ന വെന്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ഈ വർഷത്തെ നാസ സ്പേസ് ആപ്പ് ചലഞ്ചിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മൾ ഫോണിൻ്റെ തീം ചേഞ്ച് ചെയ്യാറുണ്ട്, സിസ്റ്റത്തിൻ്റെ തീം ചേഞ്ച് ചെയ്യാറുണ്ട്. ഓരോ വർഷവും നാസ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഡൊമൈൻ കാണും. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സൺ ടച്ചസ് എവരിത്തിങ് എന്നാണ്. സോ ഈ ഒരു തീമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് ആണ് കംപ്ലീറ്റ്ലി ഈ വർഷം നാസ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം നാസ ഒരു 20 ചലഞ്ചസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ 20 ചലഞ്ചസിനകത്ത് സണ്ണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ്, കൂടുതൽ ടോപ്പിക്സ് ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന് കംപ്ലീറ്റ്ലി നാസ സ്പേസ് ആപ്പ് ചലഞ്ചിന് കംപ്ലീറ്റ്ലി 3 ഫേസസ് ഉണ്ട്. ഈ 3 ഫേസിൽ ഫസ്റ്റ് ഫേസ് വന്നിട്ട് ലോക്കൽ ഇവന്റ് അല്ലെങ്കിൽ ഗ്ലോബൽ, യൂണിവേഴ്സൽ ഇവന്റ് അല്ലെങ്കിൽ ലോക്കൽ ഇവന്റ്. അപ്പോൾ യൂണിവേഴ്സൽ ഇവന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെന്യൂ സെലക്ട് ചെയ്യാം, അതിനുശേഷം നിങ്ങളുടെ പ്രൊജക്റ്റ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. വേറെ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, വേറൊരു വെന്യൂവിലും പോകുന്നില്ല, വേറൊരു പ്രോജക്ട്സും നമ്മൾ കാണുന്നില്ല. പക്ഷേ നമുക്ക് ഗ്ലോബൽ നോമിനേഷൻ, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്ലോബൽ നോമിനേഷൻ സെക്കൻഡ് ഫേസിലേക്കുള്ള നോമിനേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നാസ പ്രോജക്റ്റ് സബ്മിഷൻ സർട്ടിഫിക്കറ്റും കിട്ടും. അതാണ് ഓൺലൈൻ ഇവൻറ്റിലുള്ളത്. ഇനി ഓഫ്ലൈൻ ഇവൻറ്റിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫിസിക്കലി ഒരു വെന്യൂവിലേക്ക് പോയി അവിടെ വരുന്ന പ്രോജക്ട്സ് എല്ലാം നേരിട്ട് കാണാം. ബിക്കോസ് 2 ദിവസം 2 days കംപ്ലീറ്റ്ലി നിങ്ങൾ ആ വെന്യൂവിൽ ഉണ്ടാകും. ആ ടൈമിൽ അവിടെ വരുന്ന എത്ര പ്രോജക്ട്സ് ഉണ്ടെങ്കിലും അത്രയും പ്രോജക്ട്സും പോയി കാണാം, അതിൻ്റെ പ്രസൻറ്റേഷൻ കേൾക്കാം. നിങ്ങളുടെ പ്രസൻറ്റേഷൻ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈ 48 hours നാസ തന്നിരിക്കുന്നത്. ഓക്കെ, സോ അതിന് പുറമെ ഇത്തവണ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഓഫർ ചെയ്തിരുന്നു, ഇത്തവണയും നമ്മുടെ വെന്യൂവിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ അത്യാവശ്യം നല്ല ഡിഫറെൻറ്റ് കാറ്റഗറി അവാർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ് പ്രൈസസിന് എലിജിബിലിറ്റി ഉണ്ട്. നല്ല പ്രോജക്ട്സിന് നമ്മൾ അവിടെ തന്നെ അന്ന് തന്നെ ജഡ്ജ് ചെയ്തിട്ട് റിസൾട്ട്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. വിത്തിൻ 1 week ഒരു ഫിസിക്കൽ വെന്യൂവിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് മീൻസ് ടോപ്പ് 10 ആയിട്ട് വന്നിട്ടുള്ള പ്രോജക്ട്സിൻ്റെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസസും അന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് ലോക്കൽ റിവാർഡ്സ് ആണ്. ഇതിനെല്ലാം പുറമെ തൃശ്ശൂർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ വെന്യൂവിൽ നമ്മുടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്യാഷ് പ്രൈസ്. വേറൊരു വെന്യൂവിലും അതില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞു നാസയിൽ ഒരു റെക്കോർഡ് നാസ സ്പേസ് ആപ്പ് ചലഞ്ച് തൃശ്ശൂർ ക്രിയേറ്റ് ചെയ്തു എന്ന്. അത് വേറൊന്നുമല്ല, 4100+ രജിസ്ട്രേഷൻ എറൗണ്ട് ദ വേൾഡ്. ഞാൻ പറഞ്ഞത് ബിഗ്ഗസ്റ്റ് ആനുവൽ ഹാക്കത്തോൺ ഇൻ ദ വേൾഡ് ആണെന്ന്. അപ്പോൾ വേറെ ഒരു വെന്യൂവിലും ഇന്ന് ഈ ഡേറ്റ് വരെ, ഈ വർഷത്തെ ഹാക്കത്തോണിൽ പോലും ഇതുവരെ ആ ഒരു റെക്കോർഡ് റീക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് ഈ ഒരു 12 വർഷത്തിൽ അല്ലെങ്കിൽ 11ാമത്തെ വർഷത്തെ ഇവൻറ്റിൽ ഫസ്റ്റ് ടൈമാണ് ആ ഒരു കാര്യം ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ 448 ടീംസ് ആയിരുന്നു കംപ്ലീറ്റ്ലി ആ വെന്യൂവിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ലാസ്റ്റ് ഇയറിൽ 30 ചലഞ്ചസ് നാസ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു 30 ചലഞ്ചസിനെ 448 ടീംസ് വരുമ്പം എന്തായാലും ഒരു ചലഞ്ചിന് മൾട്ടിപ്പിൾ റിപ്പീറ്റേഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേരിയേഷൻ ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് ഇവൻറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് നിങ്ങൾ കൊണ്ടുചെല്ലുന്ന പ്രൊജക്റ്റിന് തന്നെ പല വേരിയേഷൻസ്, പല ഡിഫറെൻറ്റ് ഫേസസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ phase 1 എന്ന് പറയുന്നത് മാത്രമാണ് ഈ 5-6 തീയതികളിൽ നടത്തുന്നത്. ആ ഒരു ഡേറ്റ് വരെയോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
once we have submitted our project for the first phase, there are no any more challenges or no any more changes that we can do to our project. നമ്മുടെ പാർട്ട് അവിടെ കൊണ്ട് കഴിയും. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒബിയസ്ലി ഞങ്ങൾ ഇവിടെ ലോക്കലി ഒരു ജഡ്ജ്മെൻറ്റ് നടത്തി ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു റിവാർഡ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പോലും നാസ നിങ്ങളുടെ പ്രൊജക്റ്റ് അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. 9th onwards നിങ്ങളുടെ പ്രൊജക്റ്റ് നാസ അനലൈസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം സെക്കൻഡ് ഫേസിലേക്ക് അത്യാവശ്യം നല്ല വേർത്തി ആയിട്ടുള്ള പ്രൊജക്ട്സിനെ സെക്കൻഡ് ഫേസിലേക്ക് നോമിനേറ്റ് ചെയ്യും. വയാ ഇമെയിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതിനുശേഷം സെക്കൻഡ് ഫേസിൽ ഗ്ലോബൽ ജഡ്ജിങ് എന്ന രീതിയിൽ നാസയുടെ തന്നെ ഒരു ഗ്ലോബൽ ജഡ്ജിങ് പാനൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്രോജക്റ്റ് ജഡ്ജ് ചെയ്യും. ദെൻ ഫേസ് ത്രീയിലാണ് ബിഗ്ഗസ്റ്റ് തിങ് ഒളിഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളിപ്പം ഫസ്റ്റ് ഫേസിൽ മാത്രമേ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തുള്ളെങ്കിൽ പോലും നിങ്ങളുടെ പ്രൊജക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഗ്ലോബൽ റിവാർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ജഡ്ജിങ് തേർഡ് ഫേസിൽ എത്തുന്ന ടീംസിൻ്റെ പ്രൊജക്ട്സ് ടോപ്പ് 10 റിവാർഡ്സ് എന്ന രീതിയിൽ അവിടെ കാറ്റഗറൈസ് ചെയ്യും. ആ റിവാർഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ബെസ്റ്റ് യൂസ് ഓഫ് സയൻസ്, യൂസ് ഓഫ് ഡേറ്റ, യൂസ് ഓഫ് ടെക്നോളജി, ഗാലക്റ്റിക് ഇമ്പാക്ട്, ബെസ്റ്റ് മിഷൻ കോൺസെപ്റ്റ്, മോസ്റ്റ് ഇൻസ്പിറേഷണൽ, ബെസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് അവാർഡ്, നോട്ട് ദാറ്റ് വൺ, ബെസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് അവാർഡ്, ദെൻ ഗ്ലോബൽ കണക്ഷൻ അവാർഡ്, ആർട്സ് ആൻഡ് ടെക്നോളജി അവാർഡ്, ലോക്കൽ ഇമ്പാക്ട് അവാർഡ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് കുറച്ച് കാര്യം കാണും. ബെസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് അവാർഡും ഗ്ലോബൽ കണക്ഷൻ അവാർഡും. ഈ ഒരു ഹാക്കത്തോൺ ത്രൂ നിങ്ങൾക്ക് ഗ്ലോബലി ഉള്ള ഏതൊരു ടീമിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വേണമെങ്കിൽ ഗ്ലോബലി ഉള്ള പല ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ള പ്രൊജക്ട്സിനും അത്യാവശ്യം റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ്, നന്നായിട്ട് കഥ പറയാൻ സ്കില്ലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് റിവാർഡ് അച്ചീവ് ചെയ്യാം. ഈ 10 റിവാർഡ്സ് എന്ന് പറയുന്നത് നാസ കൊടുക്കുന്നതാണ്, നോട്ട് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് യൂണിക് വേൾഡ് റോബോട്ടിക്സ്. അതിൻ്റെ റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ 10 അവാർഡ്സ് കിട്ടുന്ന പ്രോജക്ട്സ് മാത്രം നാസയുടെ ഫ്രണ്ട് പേജിൽ പബ്ലിഷ് ചെയ്യും, along with the participants photo and their project details. ഗ്ലോബൽ 10 റിവാർഡ്സ് വിന്നേഴ്സ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിന്നേഴ്സ് ഓഫ് 2024 നാസ സ്പേസ് ആപ്പ് ചലഞ്ച് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് അവിടെ ലിസ്റ്റ് ചെയ്യും. ഈ ഒരു ഗ്ലോബൽ 10 അവാർഡ്സ് കിട്ടുന്ന ടീം മെമ്പേഴ്സിന് നാസ ഒഫീഷ്യലി US ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ 10 അവാർഡ്സ് മാത്രം കിട്ടുന്നവർക്ക്, വിച്ച് മീൻസ് നിങ്ങളുടെ പ്രൊജക്ട്സ് ഈ ടോപ്പ് 10 കാറ്റഗറീസിലേക്ക് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇൻവിറ്റേഷൻ ടു വിസിറ്റ് നാസ. ഓക്കെ, അതും കഴിഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ₹1 പോലും പേ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഒരാൾക്ക് പോലും ₹1 പോലും രജിസ്ട്രേഷൻ വേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ ഇമാജിൻ വാട്ട് വുഡ് ബി യുവർ പ്രൊഫൈൽ വിൽ ബി ലുക്ക് ലൈക്ക്. നിങ്ങളുടെ പ്രൊഫൈലിൽ എത്രത്തോളം കാര്യങ്ങൾ ആഡ് ഓൺ ആവും, എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. സോ ദീസ് ആർ ദി എക്സ്ട്രാ ബെനിഫിറ്റ്സ് ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ്. ഇനി ഇവിടെ പാർട്ടിസിപ്പൻസിന് എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇത് ഇത്രയും നമ്മൾ വായിച്ച് നോക്കും. ആ പോയിന്റ്സ് ഇവിടെ ഇപ്പം കൊടുത്തിട്ടുള്ളത് ഈ വർഷത്തെ നാസ സ്പേസ് ആപ്പ് ചലഞ്ച് 2024 മൈൽ സ്റ്റോൺ ഡേറ്റ്സ് ആണ്. ഈ ഡേറ്റ്സ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തിപ്പം ഒരു മൂന്ന് സെറ്റ് ഡേറ്റ്സ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അക്കൗണ്ട് ക്രിയേഷൻ, നമുക്ക് ആദ്യമേ ഒരു ഇൻഡിവിജ്വൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിനെയാണ് അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ചലഞ്ചസ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വർഷത്തെ ചലഞ്ചസ് പബ്ലിഷ് ചെയ്തത് ലാസ്റ്റ് മന്ത് 22 അതിനുശേഷം 22 തന്നെ ടീം ഫോർമേഷൻ. നമുക്കൊരു ടീം ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ടീമായിട്ട് ക്രിയേറ്റ് ആവണം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th October നാസ സ്പേസ് ആപ്പ് ചലഞ്ച് 2024 സ്റ്റാർട്ട് ചെയ്യും. 6th മാത്രം നിങ്ങൾക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടീമിൻ്റെയും ലീഡിന് ഒരു വിൻഡോ ന്യൂ ആയിട്ട് ഓപ്പൺ ആയി വരും. അവിടെ ആയിരിക്കും നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. പ്രോജക്റ്റ് സബ്മിഷൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ കൂടെ എനേബിൾ ആയിട്ട് വരും. അതിനുശേഷം ഗ്ലോബൽ ജഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള ജഡ്ജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9th നാസയുടേത്. ഓക്കെ, പക്ഷേ 6th തന്നെ വെന്യൂവിൽ ഒരു ഫിസിക്കൽ ജഡ്ജിങ് കാണും ഫോർ ദ ലോക്കൽ പ്രൈസസ്. അപ്പം നിങ്ങളുടെ പ്രോജക്റ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നോ ആ ഒരു പ്രോജക്റ്റിൻ്റെ സബ്മിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെൽ എക്യുപ്ഡ് ആയിരിക്കണം. ജഡ്ജസ് വരുന്നൊരു ടൈമിൽ നിങ്ങളുടെ ടൈം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നുണ്ടായിരിക്കും രജിസ്ട്രേഷൻ ഡെസ്കിൽ തന്നെ. ഓക്കെ, ലാസ്റ്റ് ഇയറിലെ 2024 അല്ലെങ്കിൽ 2023 നാസ സ്പേസ് ആപ്പ് ചലഞ്ചിലെ ഗ്ലോബൽ 10 റിവാർഡ്സ് കിട്ടിയിട്ടുള്ള രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ടീംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്.
ഈ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയായിരിക്കും ടോപ്പ് 10 വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷത്തിലൊന്നും ഇന്ത്യയുടെ പേര് അതിനകത്തേക്ക് ആഡ് ഓൺ ആയിട്ടില്ല. സോ ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു, ബിഗ്ഗസ്റ്റ് ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട്. പക്ഷേ ഈ വർഷം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ടോപ്പ് 10 ഇന്ത്യയുടെ ഒരു പേര് അല്ലെങ്കിൽ ഇന്ത്യ എന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അതിയായിട്ട് ആഗ്രഹമുണ്ട്, എസ്പെഷ്യലി ഞങ്ങളുടെ ഹോസ്റ്റിംഗ് ടീം മെമ്പേഴ്സിന്. സോ നിങ്ങൾ ഇനിയിപ്പോൾ എത്താൻ പോകുന്നൊരു പേജ് ഇതാണ്. നോ താങ്ക്സ് കൊടുത്തരാം, സൈഡിൽ അഡ്രസ് സേവ് ചെയ്യണ്ട. സോ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. കറൻ്റ്ലി നമുക്കൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഇല്ല. സോ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് ഏറ്റവും താഴെ റൈറ്റ് സൈഡ് ബോട്ടം കോർണറിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്ത് പേരാണോ വേണ്ടുന്നത്, സ്പെൽ കറക്ഷൻ ഇല്ലാതെ, സ്പെൽ മിസ്റ്റേക്സ് ഇല്ലാതെ കറക്റ്റ് സ്പെല്ലിങ് എൻ്റർ ചെയ്ത് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. യൂസർ നെയിം ആക്ച്വലി ഒരു യുണീക്ക് യൂസർ നെയിം ആയിരിക്കണം. റിപ്പറ്റേഷൻ ഓഫ് യൂസർ നെയിംസ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. നിങ്ങൾ കൊടുക്കുന്ന യൂസർ നെയിമിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് ഇത് മാൻഡേറ്ററി ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ കേസും ലോവർ കേസും മിക്സ്ഡ് ആയിട്ട് മാറി കൊടുത്തു കഴിഞ്ഞാൽ റോങ് ക്രെഡൻഷ്യൽസ് കാണിക്കും, ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ യൂസർ നെയിം ഷുഡ് ബി യുണീക്ക്. ഇമെയിൽ ഐ ഡി 2 തവണ കൊടുക്കണം, അത് രണ്ടും കറക്റ്റാണ് എന്ന് എൻഷുർ ചെയ്തേക്കണം. ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി തെറ്റാണ് എങ്കിൽ നിങ്ങൾക്ക് മെയിൽ കൺഫർമേഷൻ വരത്തില്ല. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഫോമാറ്റ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കുക. അപ്പർ കേസ് മിനിമം ഒരെണ്ണം വേണം. നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് അപ്പർ കേസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ലോവർ കേസ് വേണം, അപ്പർ കേസും ലോവർ കേസും മാൻഡേറ്ററി ആയിട്ട് വേണം. ദെൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ഒരു ന്യൂമറിക് ക്യാരക്ടർ വേണം. ഇപ്പം 4 ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് സ്ട്രോങ് ആയിരിക്കും. ഇത് ഇത്രയും കൂടി ഇൻക്ലൂഡ് ആവുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി മെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ് പാസ്വേഡ് മറന്നുപോയി, ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കാം, റിക്കവർ ചെയ്യാന്നുള്ളത്. ഇവിടെ ഈ ഒരു കാര്യം നടക്കും. പക്ഷേ ഹാക്കത്തോണിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു 1 വീക്കിൽ നിങ്ങൾ റീസെറ്റ് യൂസർ നെയിമോ ഫോർഗോട്ട് പാസ്വേഡോ കൊടുത്താൽ മെയിൽ കൺഫർമേഷൻ വരത്തില്ല. ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണിത്. ഞങ്ങൾ മീൻസ് ഇൻ്റർനാഷണലി എല്ലാവരും ഫേസ് ചെയ്തതാണ്. നാസയുടെ DB അത്രത്തോളം ഫുള്ളായിട്ട് ആ ഒരു മെയിൽ കൺഫർമേഷൻ നമുക്ക് വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല, പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് മീൻസ് യു വിൽ നോട്ട് ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ് ദിസ് ഇയർ. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും നിങ്ങളുടെ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിൽ ഓട്ടോ സേവ് ചെയ്ത് വെച്ചേക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ താഴേക്ക് അപ്ലോഡ് ആൻഡ് അവതാർ ഓപ്ഷനിലാണ്. അവതാർ കൊടുക്കണ്ട, അവതാറിന് പകരം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, അത് കൊടുത്താൽ മതി. കാര്യം നമ്മുടെ ഫോട്ടോ ഇപ്പം ഫസ്റ്റ് ഫേസിൽ മാത്രമേ നമുക്കുള്ളൂ എങ്കിലും ആ ഒരു ഫോട്ടോ നമ്മുടെ പ്രൊഫൈലിൽ, നമ്മുടെ ഇൻറ്റേർണൽ പ്രൊഫൈൽ ത്രൂ നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രോജക്റ്റിനെ നമ്മൾ നമ്മുടെ എന്താ പറയുക ലിങ്ക്ഡിനിലും CV-യിലൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യും. ആ ടൈമിൽ നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് വരും. ഏരിയ ഓഫ് റെസിഡൻസ് ഇന്ത്യ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. സ്ക്രോൾ ഡൗൺ, ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ഉണ്ട്, അത് എനേബിൾ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിമും ഡിവൈസിൽ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റോങ് പാസ്വേഡ് കൊടുക്കത്തില്ല. ഒരു 3-4 തവണ റോങ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ആക്ഷൻ ബ്ലോക്ക് കിട്ടും. പിന്നെ ഒരു 2 hours കഴിഞ്ഞിട്ടേ ക്രെഡൻഷ്യൽസ് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു വിൻഡോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷോയിങ് ലൈക്ക് ഒരു ആക്ടിവേഷൻ ഇമെയിൽ, വെരിഫിക്കേഷൻ ഇമെയിൽ നിങ്ങളുടെ എൻ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് പോകാൻ വെരിഫൈ ചെയ്ത് കഴിയുമ്പം യു വിൽ ബി ഗെറ്റിംഗ് എ പേജ് ടു ലോഗിൻ. ആ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു പേജിലേക്ക് എത്തും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ പേജ് കിട്ടും. സോ ഈ ലോഗിൻ പേജിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. സോ
ആദ്യമേ നമ്മൾ കണ്ടിരുന്നത് റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ലോഗിൻ സൈൻ അപ്പ് എന്ന് പറഞ്ഞുള്ള 2 ബട്ടൺസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ചേഞ്ച് ആയി ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അപ്ലോഡ് ചെയ്യാം. പ്രൊഫൈൽ സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം അതിപ്പോൾ ചെയ്യണമെന്നില്ല. അവിടെ തന്നെ നിങ്ങളുടെ ഫോൺ ത്രൂ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ഏറ്റവും ടോപ്പ് കോർണറിൽ പോകുമ്പോൾ ഒരു 3 ലൈൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ എബൌട്ടസോ റിസോഴ്സസോ കളക്റ്റീവ്സോ അങ്ങനെയൊന്നും കാണത്തില്ല. ആ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ 3 ലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇവിടെ എക്സ്പ്ലോർ ദി ഹാക്കത്തോണിന് സെലക്ട് ചെയ്യുക. ഇവിടെ 2024 ലോക്കൽ ഇവന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് വൺ 2024 ലോക്കൽ ഇവന്റ്. അപ്പം അത് സെലക്ട് ചെയ്യുക, അലോ ചെയ്യുക. ലൊക്കേഷൻ ആക്സസ് ചോദിക്കും. സോ 2024 ലോക്കൽ ഇവന്റ് എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രൊഫൈൽ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ ക്രിയേഷൻ കഴിഞ്ഞു നമ്മുടേത്. നെക്സ്റ്റ് ഇനി നമ്മൾ വേണ്ടുന്നത് നമുക്കൊരു വെന്യൂ വേണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊരു വെന്യൂ വേണം. ഓക്കെ, സോ ഇവിടെ ഒരു സെർച്ച്, ഒരു വേൾഡ് മാപ്പ് കിട്ടും. അവിടെ സെർച്ച് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ആക്സസ്, ലൊക്കേഷൻ ആക്സസ് കൊടുത്തു കഴിയുമ്പോൾ തൃശ്ശൂർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവിടെ സെർച്ച് ചെയ്യുക THRISSUR തൃശ്ശൂർ സെർച്ച് ചെയ്യുക. അന്നേരം അവിടെ തൃശ്ശൂർ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തതിനകത്ത് നിന്ന് തൃശ്ശൂർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അക്സെപ്റ്റിംഗ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ. ലാസ്റ്റ് ഇയറിൽ ഒരു 3000+ വന്നപ്പോഴത്തേക്കിന് 3500 എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മാക്സിമം ലിമിറ്റ് പാർട്ടിസിപ്പൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എത്തിയപ്പോഴത്തേക്ക് ആ ഒരു ബട്ടൺ നമ്മളങ്ങ് ക്ലോസ് ചെയ്തു. ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു അവിടെ. അത്രയും ആളുകൾ വന്നതിൻ്റെ ഫോട്ടോ ആണ് അവിടെ കാണിച്ചേക്കുന്നത്. ചൂസ് ദിസ് ലോക്കൽ ഇവന്റ്. ഇവിടെ നിങ്ങൾക്ക് ഈ പേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺ ഇപ്പം ചെയ്തില്ലെങ്കിലും പിന്നെ ചെയ്യാം. അഫിലിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ഒരു ചെക്ക് ബോക്സ് ആണ്. ഇത് ക്ലിയർ ആയിട്ട് ഒന്നുകിൽ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ തനിയെ ചെയ്യുവാണെങ്കിൽ വായിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യുക. അഫിലിയേഷൻ വിത്ത് ചൈന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോപ്പ് ബട്ടൺ ആണിത്. ഇവിടെ നിങ്ങൾക്ക് ചൈനയായിട്ട് എന്തെങ്കിലും അഫിലിയേഷൻ, എന്തെങ്കിലും കോൺടാക്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗീവ് എ വാലിഡ് ഡോക്യുമെന്റ് ഫോർ ദാറ്റ്. നിങ്ങളുടെ വിസ, നിങ്ങളുടെ പാസ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, സോ ഇവിടെ നോ കൊടുക്കുക. ഇത് യെസ് കൊടുക്കാതിരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീം ഫോം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ സബ്മിഷൻ, പ്രോജക്റ്റ് സബ്മിഷൻ ടൈമിലും ഡോക്യുമെന്റ്സ് ചോദിക്കും ഫോർ ദ വെരിഫിക്കേഷൻ. ഓക്കെ, സ്ക്രോൾ ഡൗൺ. ഇനി മൈനർ. ഇവിടെ ആണ് ആ മൈനർ ആയിട്ടുള്ള ആളുകൾക്ക്. ഇപ്പം 18 എബോവ് ആയിട്ടില്ല, 18 ആണെങ്കിലും കുഴപ്പമില്ല. 18 ബിലോ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ലാസ്റ്റ് ചെക്ക് ബോക്സ്. ഇവിടെ 2 ഓപ്ഷൻസ് കാണിക്കും. നിങ്ങളുടെ ഗാർഡിയൻ നെയിം, ഗാർഡിയൻ ഇമെയിൽ ID. ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇഫ് യു ആർ മൈനർ യു ക്യാൻ ഗീവ് ദാറ്റ്. ഓക്കെ, 18 ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അൺടിക്ക് ദാറ്റ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പേജിൽ സ്പെസിഫിക്കലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചൈനയായിട്ട് എന്തെങ്കിലും അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 2 ഓപ്ഷൻ കൂടി ഇനി കാണിക്കും. ഇൻ പേഴ്സൺ ആൻഡ് ഓഫ്ലൈൻ, അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇൻ പേഴ്സൺ മീൻസ് നമ്മുടെ ഓഫ്ലൈൻ ആണ്. വെർച്വൽ അല്ലെങ്കിൽ റിമോട്ട് എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്. ഓക്കെ, ഓൺലൈൻ ഓപ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ അടുത്ത് തന്നെ ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പം അത് മാക്സിമം ഓഫ്ലൈൻ ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറച്ചും കൂടെ കോൺടാക്ട് കണക്ഷൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുക. ഓക്കെ, സോ ഇൻ പേഴ്സൺ എടുക്കുക, കൺഫേം രജിസ്ട്രേഷൻ കൊടുക്കുക. സോ ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ബട്ടണിലേക്ക് എത്തി. ചൂസ് ദിസ് ലോക്കൽ ഇവന്റ് എന്ന് പറഞ്ഞൊരു ബട്ടണിൽ നിന്ന് ലീവ് ദിസ് ലോക്കൽ ഇവന്റ് അതിലേക്ക് മാറി. കണ്ടോ? അപ്പം അവിടെ ഈ ലീവ് ദിസ് ലോക്കൽ ഇവന്റ് ഇനി ക്ലിക്ക് ചെയ്യണ്ട. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റിലേക്ക് എത്തിയാൽ യു ആർ നോട്ട് സപ്പോസ് ടു ജോയിൻ. ഓക്കെ, നിങ്ങൾ പിന്നെ ക്യൂവിലേക്ക് കിടക്കും. യു ആർ ഇൻ ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കിടക്കും. പിന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്താണ് ലാസ്റ്റ് മൊമെന്റിൽ ഒരു 24 hours കൂടി ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടപ്പോഴാണ് ബാക്കിയുള്ള കുറച്ച് പാർട്ടിസിപ്പൻസും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേഷനും വെന്യൂ സെലക്ഷനും കഴിഞ്ഞു.